ആരാത്? അതാരാ? അതാരാ? ഒരു വരവത്ര പന്തില്ലല്ലോ ഉണ്ണേട്ടാ. സത്യം പറ അതാരാ? സത്യം പറ അതാരാ? നിനക്കറിയില്ലല്ലേ അതാരാ? ഇങ്ങോട്ട് വന്നല്ലോ. നമസ്കാരം. 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 ഞങ്ങള് കുറച്ച് ദൂരെയാണ്. എന്താണ് അപ്പൊ ഇടയ്ക്ക് ഇതിലെങ്ങനെ പോവാറുണ്ടേ. അപ്പൊ വൈഫിന് വീട് ഇഷ്ടായി. ഫോട്ടോ എടുത്ത് പോയിക്കോ. അതല്ല, ഞങ്ങളൊരു വീട് പണിയാൻ പോവാണേ. അപ്പൊ ഇങ്ങനെ നല്ല നല്ല വീടുകൾ കാണുമ്പോ ഒന്ന് കേറി നോക്കും. അതിന്റെ ഡിസൈൻ ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിട്ടേ. അപ്പൊ നമുക്കൊന്ന് വീട് ഒന്ന് കേറി കാണാവോ? ഓ വന്നോട്ടെ ഉണ്ണേട്ടാ. നമ്മള് വീടല്ലേ. അത് പ്രശ്നമൊന്നുമില്ല. വരൂ വരൂ. ഇത് എന്ത് പറ്റി കൈക്ക്? കൊട്ടനശ്ശേരി അമ്പലത്തിൽ ആന അടഞ്ഞല്ലോ. ആന. അപ്പൊ എന്തെല്ലാം നാശനഷ്ടം ഉണ്ടാക്കിയത്. എത്ര ആക്കാപ്പാരിക്ക്, എത്ര 3-4 കാറ് 5-8 ബൈക്ക് എല്ലാം തകർത്തെറിഞ്ഞ് നിൽക്കുമ്പോ ആന ഇങ്ങനെ ചുറ്റും അമ്പലം ചുറ്റും ഓടി ഓടി നടക്കുമ്പോ ഒറ്റ കൈ ഞാൻ ഇങ്ങോട്ടേ ആക്കി. എന്റെ മുമ്പിൽ ഒന്ന് നിന്നു. മുമ്പിൽ ആ തുമ്പിക്കൊണ്ട് എന്നെ ഒന്ന് തടുത്തു. ഞാനൊന്ന് അങ്ങോട്ട് തടുത്തു. കച്ചറാക്കല്ലേ, ഉത്സവാണ്. ഒരുപാട് ആൾക്കാർക്ക് തെയ്യം കണ്ട സ്ഥലമാണ്. വെടിക്കെട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്, അന്നദാനമുണ്ട്. ഇതൊക്കെ നാശാവൂലേ. അപ്പൊ ഒന്ന് എന്നെ മുട്ടിച്ചിട്ട് ഒരു മയക്ക് വെടി. ഭാഗ്യം. അല്ല ഞാൻ മണ്ണിലുണ്ടാവട്ടി. ആനാടെ കിടന്നു പോയി. പറയാനുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ച ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഒരു 2 ഭാഗമായി. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഡൈനിങ് ടേബിൾ ഇടാം. പിന്നെ ദേ അവിടെ ഉണ്ട് ഏട്ടാ ഒരു ഭാഗം കണ്ട, അവിടെ ഉണ്ട്. ഇവിടെ ആയിട്ടാണ് അടുക്കള. നമുക്കൊന്ന് മോളെ കാണാൻ പറ്റുമോ? ഞാനൊന്ന് മോള് നോക്കാം. എല്ലാം വിശാലമായ സ്ഥലമാണ്. ഡൈനിങ് ഹാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ നമുക്ക്. അവൾക്ക് ഈ പിന്നെ റൂമുകളായിട്ടുള്ളത് ഇഷ്ടല്ല. അപ്പൊ ഇങ്ങനെ ഈ ഇങ്ങനെയൊക്കെയുള്ള ഓപ്പൺ പരിപാടികൾ ഉണ്ടല്ലോ, അതാ വൈഫിന് താല്പര്യം. ഏതായാലും വീട് പണി തുടങ്ങാൻ തീരുമാനിച്ചല്ല. അതെ. ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരട്ടെ? ഫ്രീ ആയിട്ട് അനുഭവങ്ങളാണല്ലോ ഗുരു. അതെ. അതായത് നമുക്കിത് ഭയങ്കര ഫാഷനാണ്. ഇപ്പം അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമായി. കുറച്ച് കഴിയുമ്പോ നമ്മളെ മക്കൾക്ക് ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആവും. അവരെ ഫാഷൻ ഇത് വേറെ സ്റ്റൈൽ, അങ്ങോട്ട് പായാരം വരെ വേറെ സ്റ്റൈലാണ്. ഓരോ കാലത്ത് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് തവിട് പൊഴിച്ചാക്കി കഴിഞ്ഞാൽ അതിലെ സിമെന്റിന്റെ പൊടി പോലെ കിട്ടും. അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ. ഇതിനിപ്പോ ഏകദേശം എത്ര ചെലവ് വന്നിട്ടുണ്ടാവും ഈ വീടിന്? ഇത് 1.5 കോടി. എത്ര? 1.5 കോടി. 1.5 കോടിയോ? അത്രയും വന്നല്ലേ? അത് ശരി. അപ്പോ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ISRO സയന്റിസ്റ്റ് ആണ്. ISROയിലെ സയന്റിസ്റ്റ്? അതെ. റോക്കറ്റ് ഇങ്ങനെ വിട്ടല്ലോ. ആണോ? അയ്യോ സാറേ, ഞാൻ ഇന്ന് വരെ ISROയിലെ സയന്റിസ്റ്റിനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും കണ്ടത് വലിയ സന്തോഷം. ഏതാ ISRO സയന്റിസ്റ്റ് നേരിട്ട് കണ്ടോ?
എത്രപ്പത്? 53. 53. ആ എഴുതി വെച്ചോ, സത്യം തരും. ഓ അതൊക്കെ കുഴപ്പമില്ല. പഴയതൊക്കെ തന്നു. എല്ലാം തന്നു. ആ ശരി. എന്താ സുഖപ്പെട്ടയാണല്ലേ? അല്ല ഞാനേ കുറച്ച് സാധനേ കുട്ടുപൊടിയൊക്കെ മേടിക്കാൻ വേണ്ടി വന്ന. ഞാൻ വീട്ടിൽ പോയിണ്ടായിരുന്നേ. എന്തേ? ഒന്നുമില്ല, വീട് പണിയൊക്കെയാണ് എന്ന് അറിഞ്ഞു സത്യേട്ടന്റെ. അതിപ്പോ പെൺകുട്ടികൾ രണ്ടാൾക്കും വീടായി. ആ ഇനിയിപ്പൊ അവനൊരു വീട് വേണല്ലോ. വേണല്ലോ. അപ്പൊ ആയിക്കോട്ടെ. എങ്ങനെ ഇപ്പൊ അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തരണ്ടേ? ഞാൻ അവനോട് പറഞ്ഞു, ഇനിയിപ്പൊ നമ്മൾ ഇരിക്കുന്ന വീട് നിനക്കുള്ളതല്ലേ, എന്നാ അത് പൊളിച്ചാണ്ട് പണിതോന്ന് പറഞ്ഞു. അപ്പൊ മരുവോള് മണ്ടോതിരിക്ക് ആ സ്ഥലവും വീടും പോരാ. ചേച്ചി തന്നെയാണേ പഴയകാലത്തെ പഴയ പിള്ളേരൊന്നല്ല. അപ്പൊ അവരുടെ ആഗ്രഹമില്ല. അപ്പൊ അവരൊരു സ്ഥലമൊക്കെ നോക്കിയിട്ട് ഒരു വീട് പണി തുടങ്ങാനുള്ള പരിപാടി. ആയിക്കോട്ടെ. അതെ, അപ്പൊ എപ്പോഴാ ഞാൻ വരണ്ട്? എന്തിനാ? നല്ല പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടേ? അല്ല അതല്ല അതിപ്പോ കുട്ടിയോള് ഈ എന്തൊക്കെ ഇടുന്ന തപ്പണ എന്താ? അതെ അതെ, 2 പെൺകുട്ടികളുടെ വീട് ഞാൻ അവിടെ. നന്നായിരുന്നു. അത് പറഞ്ഞ സമയത്തിന് പറഞ്ഞ കാശിന് ചെയ്തു തന്ന ആളാ ഞാൻ. നല്ല ഐശ്വര്യമുണ്ട്. 2 മക്കളും അതിൽ സുഖമായി താമസിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം. അത് ഓർമ്മ ഉണ്ടായാ മതി. പെമ്മക്കളുടെ ഭർത്താക്കന്മാരും മരുമക്കള് ഞാൻ എന്തു പറഞ്ഞാലും അതിനെ അവര് സമ്മതിച്ചിരുന്നു. അപ്പൊ എനിക്ക് വിശ്വാസമുള്ള നിന്നെ ഞാൻ പണി ഏൽപ്പിച്ചു, എല്ലാം ഭംഗിയായി. സത്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സത്യമായിട്ട് അങ്ങനെ ഇപ്പൊ ഞാൻ അല്ല, അവൻ നല്ലവനാണ്. പക്ഷെ മണ്ടോതിരി പറയണതേ അവൻ കേൾക്കുള്ളേ, മരോളെ. അപ്പൊ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ നിൽക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്റെ മരോളോട് സംസാരിച്ച അവനോട് സംസാരിക്കാം. എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ പണി നിന്നെ ഏൽപ്പിക്കൂ. വേറെ ഒരു കോൺട്രാക്ട് എനിക്ക് വിശ്വാസമില്ല. കുഴപ്പമില്ല. ഞാൻ എന്താ വെച്ചാ ഇതൊക്കെ നമ്മുടെ വീടുകളാണല്ലോ. ഞാനിപ്പോ വേറെ ഒന്നും പുറത്തധികം പോയി ചെയ്യുന്ന ആളല്ല. ഈ പരിസരത്തിലുള്ള പണി ശീതളിനെ ഞാൻ വിളിക്കാം. കഴിയുന്നത് ഞാൻ നോക്കാം. തിരിച്ചറിഞ്ഞ് വരുവാനെടുത്ത് നമ്മൾ എത്ര രൂപയാണ് ലോൺ എടുത്തത് അത്രയും തുക അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക നമ്മൾ പലിശയായിട്ട് റീപേ ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് 10 ലക്ഷം രൂപ 20 വർഷത്തേക്ക് 10% പലിശയിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ 20 വർഷം കൊണ്ട് അടയ്ക്കേണ്ടി വരുന്ന പലിശ എന്ന് പറയുന്നത് ഏകദേശം 13,16,052 രൂപയാണ്. അപ്പൊ 10 ലക്ഷം രൂപ എടുത്ത സ്ഥാനത്ത് നമ്മൾ റീപേ ചെയ്യേണ്ടി വരുന്നത് 20 വർഷം കൊണ്ട് 23,16,052 രൂപയാണ്. എത്ര രൂപയാണോ ലോൺ എടുത്തത് അതിനേക്കാൾ കൂടുതൽ തുകയാണ് പലിശയായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് ഈ ഒരു 20 വർഷം കൊണ്ട്. സോ മനസ്സിലാക്കിയിരിക്കുക, നമ്മളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ബാങ്കിന് പലിശയായിട്ട് അടക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. കൊള്ളാം. വീടിന്റെ ഫ്രണ്ട് ആവുമ്പോ ഇങ്ങനെ വേണം, കുറച്ച് സ്പേസ് ഒക്കെ വേണം. ഇതാവുമ്പോ ഇതിന്റെ വാതില് സത്യേട്ടാ, ഏട്ടാ, അതെ ഇനിയിപ്പോൾ ലോൺ എടുക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് പരസ്യങ്ങളിൽ ഒന്ന് നിർത്ത്. ഇത് കണ്ടോ, ഈ വീട് കണ്ടോ? കണ്ട വലിയ വീടല്ലേ? വലിയ വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ മുമ്പിലത്തെ ഭാഗല്ലേ, അതൊക്കെ നന്നായിട്ടില്ലേ? ഇതേ തട്ടുംപുറം ബിൽഡേഴ്സ് എന്ന് പറയണില്ലേ, അവരുടെ പേജിൽ നിന്ന് ഉള്ള ഫോട്ടോയാണ്. അവരുടെ കയ്യിൽ ഇങ്ങനത്തെ കുറെ നല്ല വീടിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വലിയ വലിയ വീടിന്റെ ഫോട്ടോസ് ആണ്. അവര് ചെയ്ത വീടിന്റെ അവരെ പ്ലാൻ ആയത്. ആയിക്കോട്ടെ, അവരുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരുപാട് നല്ല ഡിസൈനുകളുണ്ട്. നമുക്കേ നമ്മുടെ വീട് പണി അവരെ ഏൽപ്പിക്കാം. ആരെ? തട്ടുംപുറോ? അതെ, നല്ല രസമുണ്ട് വീടൊക്കെ കാണാൻ. നമുക്ക് ആ സാബുവിനെ അല്ലെങ്കിൽ ശീതളിനെ ഏൽപ്പിച്ചാൽ മതി. ഷാബു അല്ലെങ്കിൽ ശീതളൻ അവരൊന്നും വേണ്ട. എന്താ അവർക്ക് കുഴപ്പം? നമ്മളൊരു വീട് വെക്കുമ്പോ നല്ല അടിപൊളി ഒരു വീട് വെക്കണം. അപ്പൊ പെങ്ങന്മാരെ വീടൊക്കെ അവരല്ലേ വെച്ച്? ആ പെങ്ങന്മാരെ വീടിനെക്കാട്ടിലും ഒരു പടി മുകളിൽ നിൽക്കണം നമ്മുടെ വീട് എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് അവരെ വേണ്ട, നമുക്കിത് മതി. ഇവരെ ഒന്ന് പോയി കണ്ടിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമായിട്ട്. ഹലോ, തട്ടുപുറം ബിൽഡേഴ്സ്. സാർ നമ്മുടെ ചെമ്പുമുക്കിലെ വീടല്ലേ? സാറേ, നമ്മുടെ ടൈൽസ് മറ്റന്നാളെത്തും. മറ്റന്നാളെത്തൂടെ നമുക്ക് വർക്ക് തുടങ്ങാം. എത്തൂല സാറേ, അതെ, മറ്റന്നാൾ നമുക്ക് ടൈൽസിന്റെ വർക്ക് തുടങ്ങാം. അതൊന്നും സാറ് പേടിക്കണ്ട. പറഞ്ഞ ഡേറ്റിന് ഞാൻ ചെയ്തു തരും. സാറിന് ഹൗസ് വാമിംഗ് നടത്താം കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, എന്താ അത് എത്തൂലേ? അത് എത്തൂല. അവർക്ക് ബാക്കി പേയ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് രാവിലെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായി. പൈസ അവിടെ ചെന്നാലേ ലോഡ് വിടുള്ളൂ. പിന്നെ എത്തുമെന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കൂലേ. കുഴപ്പമില്ല, ഏപ്രിൽ വരെ സമയമുണ്ടല്ലോ. സാർ ആ പൈസ കൊടുക്കാൻ നോക്കാം, എന്നാലേ ലോഡ് 3-4 വീടിന്റെ മെറ്റീരിയൽ എത്തണ്ടല്ലേ. നോക്ക്, എന്നാരെയും വരും നോക്ക്. സാറേ, വാ.
എന്താ സൂര്യ? മേരി മേഡം വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ അവരുടെ ഫ്ലോറിന്റെ സാധനം എത്തിയില്ലെന്ന് പറഞ്ഞിട്ടെ. ആ അപ്പൊ അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പം റോബിൻ സാറിന്റെ വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർത്തു കൊടുക്കാൻ പറ്റുമോ സമയത്തിന്? ഈ മേരി മാഡത്തിന്റെ പണി നമ്മൾ പകുതിയാക്കി വെച്ചല്ലോ അവിടെ. അതെ. ഇനി അത് പോവോ നമ്മളെ കൈമെന്ന്? പോവോ? ഇത് ഇഞ്ചിക്ക് ചാണകം വെച്ച പോലെ എല്ലായിടത്തും എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എടുത്തു വെക്കും നമ്മള്. എടുത്തു വെച്ചാ പിന്നെ നമ്മളെ കൈമെന്ന് പോവില്ല. പണി നമുക്ക് പിന്നെ തീർത്തു കൊടുക്കാം. പറയണ മനസ്സിലാണല്ലേ തനിക്ക്? അല്ല ശരി, പക്ഷെ ശരി, അത് പറയണ അനുസരിച്ചാ മതി. അതെ, ഓരോട് പറയാ. ഒരു പ്രത്യേക മാർബിൾ പറഞ്ഞിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് രാജസ്ഥാനിൽ വരാണ്ട്, രാജസ്ഥാനിൽ ഇപ്പൊ പണിമുടക്കാണ്, അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി ഇങ്ങോട്ട് എത്തൂല എന്ന് പറഞ്ഞേക്കും. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞേക്കണോ? ഇവിടെ നിന്നുള്ള കോളുകളെ പ്യാരി സാർ എനിക്ക് ഫോർവേഡ് ചെയ്യും. അപ്പൊ ഞാനത് തെറി മുഴുവൻ കേൾക്കുന്നത് ഞാനാണ്. തെറി എന്തിനാ കേൾക്കണത്? കാര്യം പറഞ്ഞപ്പോ അത്യാവശ്യത്തിന് കുറച്ച് നുണയൊക്കെ പറയണം. അല്ലാണ്ട് നമ്മൾ ഞാൻ കുറെ കാലമായി കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് 3 കൊല്ലമായുള്ള ഇവിടെ കൂടിയിട്ട്. എനക്കേയില്ല, ചെയ്താൽ മതി അത്. അതെ, അതൊക്കെ ഇവിടെ നിന്ന് തീരുമാനിക്കും. താൻ പറയണ പണിയെടുത്താൽ മതി. കേട്ടാ മതി കേട്ടോ. ഓരോ അങ്ങനെ വിളിച്ചു പറഞ്ഞേക്ക്. തീർക്കില്ല. അത് കഴിയാണ്ട് എന്തിനാണ് ഇത് തുടങ്ങണമെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയവനെ. താനെന്ത് മണ്ടത്തര? അല്ല സാറേ, സാറ് എന്ത് മണ്ടത്തരവ് പറയണത്? നമ്മുടെ ബിസിനസ്സിലേക്കൊക്കെ അവനെ പറഞ്ഞ് പഠിപ്പിച്ച് അവൻ അപ്പുറത്ത് വേറെ ഓഫീസ് തുടങ്ങൂല. അതൊക്കെ ചെറുപ്പക്കാരാണ്. ആര് പനോ? പിന്നെ അവന്റെ ക്വാളിഫിക്കേഷൻ കണ്ടിക്കണ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് സാർ ഇപ്പൊ ആ കോട്ട് വിട്ട് അവിടെ ഇരിക്കണത്. അവിടെ ഇതിനൊക്കെ കുറച്ച് ഇത് വേണം, ആൾതാമസം. നമ്മളെ കാണാൻ കൂടുതൽ ഉണ്ടാവും. അതാണ് അവനാ സത്യസന്ധമായിട്ട് വർത്താനം. എന്റെ കാര്യം ഡീൽ ചെയ്താൽ മതി, വല്ലാണ്ട് മേലെ കയറി സംസാരിക്കണ്ട. അതാണ് ഒരു കാര്യം പറഞ്ഞാല്. തട്ടുംപുറം ബിൽഡേഴ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് സത്യശീലൻ. എന്ത് ചെയ്യണു? ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. വൈഫാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. എന്താണ് വന്നതിന്റെ ഉദ്ദേശം? ഒരു വീട് വെക്കാനുള്ള ഒരു ആ ഉദ്ദേശമായിട്ടാണല്ലോ എല്ലാരും കൊണ്ട് വരിക. അതെ അതെ. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ ഈ ഫോണിൽ നോക്കുമ്പോ നിങ്ങളുടെ പേജിൽ ബിൽഡേഴ്സിന്റെ പേജ് കണ്ടു, നല്ല വീടുകൾ കണ്ടു. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞെങ്കിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കാം. അപ്പൊ നല്ല ഭംഗിയായിട്ട്. സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു 18 വർഷത്തിനുള്ളില് നമ്മൾ എത്ര വീട് വെച്ചിട്ടുണ്ടാവും? ഇത്തവണത്തെ ദുബായ് അവാർഡ് സാറിനല്ലേ? കാരണം അത്രയേറെ വീടുകൾ ഞങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് പണി പൂർത്തിയാക്കി. കാറ്റലോഗ് കൊടുക്കേ അത് മോഡലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര വലിയൊരു വീട് എന്നുള്ളൊരു സങ്കല്പമില്ല. ചെറിയ വീട് വെറുതെ ഒന്ന് ഓടിച്ചു. വൈഫിന് എന്താ വെച്ചാലേ കുറച്ച് നല്ല രീതിയിൽ കുറച്ച് വലുതായിട്ട് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടല്ലോ അല്ലേ? സ്ഥലമുണ്ട്. എത്ര സെന്റ് സ്ഥലമുണ്ട്? 23 സെന്റ് സ്ഥലമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു 4 ബെഡ്റൂം. 4 ബെഡ്റൂം വേണം. മക്കൾ എത്ര പേരാ? മക്കൾ 2 പേര്. അപ്പൊ 4 ബെഡ്റൂം എന്തായാലും വേണം. പിന്നെ ഒരു ചെറിയ റൂമും കൂടെ വേണം. അതെന്തിനാ? സെർവന്റ്? സെർവന്റ് എന്നല്ല, ഇപ്പൊ അഥവാ ആർക്കെങ്കിലും ഒന്ന് കിടക്കണമെങ്കിലൊക്കെ. ശരി ശരി. പിന്നെ ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചൺ അതിപ്പോ എല്ലാ സ്ത്രീകളും അത് തന്നെയാണ്. എനിക്കിങ്ങനെ ഇടുങ്ങിയത് ഇഷ്ടല്ല, കുറച്ച് വലിപ്പം വേണം. ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അത് വേണം ഇത് വേണം എന്ന് പറയും. പേരെന്താ പറഞ്ഞേ? പേര് സത്യശീലൻ. സത്യശീലൻ. നമുക്ക് 2500 സ്ക്വയർ ഫീറ്റിലൊരു വീടാണ്. 2500 വേണ്ടല്ലോ, അത്രയും വേണോ? അല്ല, വേണ്ടി വരുമായിരിക്കും അല്ലേ? 23 സെന്റ് സ്ഥലല്ലേ? 23 സെന്റ് സ്ഥലത്തില് ഒരു 2500 സ്ക്വയർ ഫീറ്റ് വന്നാലേ വീട് കാണാൻ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. അല്ല, നമ്മുടെ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കാൻ വേണല്ലോ. എത്രയെങ്കിലും ബഡ്ജറ്റ് ആവുക? നമ്മളിപ്പോ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 40 രൂപ. അയ്യോ, എന്തേ? അല്ല 40 രൂപ മതിയല്ല, ഗംഭീരമാക്കാൻ. 40 വീട് ചെയ്യാലോ. 40 രൂപയാണ്. നമ്മളിന്നാള് പിന്നെ 5 മുക്കില് 35 റുപ്യക്കല്ല വീടുണ്ടായി കൊടുത്ത്. പക്ഷെ അത് 60 വന്നല്ലോ. അല്ല, 60 സ്ക്വയർ ഫീറ്റും കൂടി കൂട്ടിയ വീടല്ലേ അത്? 40 ലക്ഷം കൊണ്ടേ നമുക്ക് നല്ല വീട് പണിയാ. അപ്പൊ അത് മതി. കുറച്ച് വലുപ്പം കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓ, ഈ 40ന്റെ ഉള്ളിൽ തീരുമെങ്കിൽ ഇനിയിപ്പോ 2500 ആയാലും കുഴപ്പമില്ല. എന്ത് ചോദ്യം 40-നുള്ളിൽ നമ്മൾ തീർക്കുന്നത്? അത് നമ്മൾ തീർത്ത് തരും. ഇപ്പൊ കൊളോണിയൽ ഉണ്ട്, കണ്ടംപററി ഉണ്ട്, പിന്നെ നമ്മളെ ഈ 4 കെട്ട് ടൈപ്പ് വീടുകളുണ്ട്. അതിൽ ഏതാ നിങ്ങൾ പ്രിഫർ? 4 കെട്ട് വേണ്ട, അതൊന്നും ഫാഷൻ അല്ലല്ലോ. നമുക്ക് കൊളോണിയലും കണ്ടംപററി കൂടി മിക്സ് ചെയ്തിട്ടാണ്. ആ ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. സാറിന്റെ വീട്ടിൽ ഡിസംബറിൽ പൊക്കുന്ന ഒരു മുല്ലയുണ്ട്. അത് നമ്മൾ ഫ്രീ വെച്ച് തരും. അത് പണി തുടങ്ങുമ്പോ തന്നെ നട്ടാല് നമ്മൾ താമസിക്കുമ്പോഴേക്കും പടർന്ന് പന്തലിച്ച് എല്ലാ വർഷവും ഡിസംബറിൽ പോകും. അപ്പൊ ഫേസ്ബുക്കിൽ ലൈവും പോകാം. എനിക്കൊരു സൗകര്യം ഉണ്ട്. കണ്ട നല്ല പോഷ് വീടായിരിക്കണം. പിന്നെ ഒരുപാട് സ്പേസ് വേണം വീടിന്റെ ഉള്ളില്. നമ്മൾ പണിത് തന്നെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
വാസ്തു നോക്കലടക്കം ഇനി വാസ്തു നോക്കിയിട്ട് എന്തെങ്കിലും അതിന് പ്രശ്നമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കർമ്മി വരെ ഉണ്ട് നമ്മുടെ അടുത്ത്. പൂജ നമ്മൾ ചെയ്യും, ഗണപതി ഹോമം എന്താ വേണ്ട ചെയ്തു തരും. ഇന്നാളെ ഒരു സ്ഥലത്ത് ഒരു നിവർത്തിയില്ല വീട് വെക്കാൻ, അവിടെ സർപ്പമുണ്ട്. സർപ്പത്തിന് ഒരു ആമയുടെ കൊണ്ടുപോയി കുടിയിരുത്തിയിരുന്ന സാറ് സ്വസ്ഥമായിട്ട് താമസിക്കുകയാണ് ഇപ്പൊ. പരിഹാരങ്ങളൊക്കെ നമ്മളെ കൈമലുണ്ട്. നമ്മളിപ്പോ ഈ വീട് പണിതിട്ട് നിങ്ങളെ കൈമലേക്ക് താക്കോൽ അങ്ങോട്ട് തരുമല്ലോ, അപ്പൊ നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന പുഞ്ചിരിയാണ് നമ്മളെ സമ്പാദ്യം. മണ്ടോ, ആ ഞാൻ ഇറങ്ങണേ, ആ ഈ വാലടച്ചോ. ഹലോ, എന്താണ് 10 ലക്ഷം രൂപയോ? അപ്പൊ എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾക്ക് തരാനുള്ള പൈസ ഒക്കെ തന്നു കഴിഞ്ഞല്ലോ. അല്ലല്ല, നിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിത് ഈ ഒന്നരാടം കൂടുമ്പോ പൈസ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടുന്ന് എടുത്ത് തരാനാണ്? അപ്പൊ അത് തീർക്കൊന്നും വേണ്ടേ? എന്നിട്ടും പണി തീരണില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ശരി ശരി.